ലീഫ് കട്ടർ ആൻഡ് കാട്ടിനകത്തുള്ള വൃക്ഷങ്ങളിലെല്ലാം പോയിട്ട് വലിയ ഇലകളെല്ലാം കട്ട് ചെയ്ത് കൊണ്ടുവരുന്ന ഒരു പ്രത്യേക വിഭാഗം ഉറുമ്പുകളുണ്ട്. അവര് വലിയ വൃക്ഷങ്ങളിൽ പോയിട്ട് മുഴുവൻ ഇലകളും കട്ട് ചെയ്ത് കൊണ്ടുവരാണ്. 10,000-കണക്കിന് ഉറുമ്പുകൾ ഇതേ രൂപത്തിൽ ഇല കൊണ്ടുവന്ന് ആ ഭൂമിക്കടിയിലുള്ള അതിന്റെ ആ കൂട്ടിൽ, യഥാർത്ഥത്തിൽ ആ കൂട്ടിനകത്തുള്ള ഒരു പ്രത്യേകതരം ഫംഗസ്, ല്യൂക്കോ അഗാരിക്കസ് എന്നുള്ള ഒരു ഫംഗസിന് ഭക്ഷണമായിട്ട് കൊണ്ടുപോയി കൊടുക്കുകയാണ്. ഈ ഫംഗസ് അത് ഭക്ഷിച്ചതിന് ശേഷം അത് ഒരു ദിവസം 50,000 ഇലകളാണ് ആ കൂട്ടിലേക്ക് എത്തിക്കുന്നത് ഈ ഫംഗസിന് വേണ്ടി. ആ ഫംഗസ് അത് ഭക്ഷിച്ചതിന് ശേഷം ഫംഗസ് ഒരു തരം ചെറിയ മഷ്റൂം, ഒരു തരം കൂണ് അത് ഉൽപ്പാദിപ്പിക്കും. ആ കൂണ് ഉറുമ്പുകളുടെ ഭക്ഷണമാണ്. ഈ ഒരു പ്രോസസ്സാണ് അതിനകത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ ദിനേന 50,000 ഈ ഇലകൾ അത് താങ്ങിക്കൊണ്ടുവരാണ് 10,000-കണക്കിന് ഉറുമ്പുകൾ. ഈ രൂപത്തിലുള്ള അത് അവര് മനുഷ്യരായിട്ട് താരതമ്യം ചെയ്ത ആ ഡോക്യുമെന്ററിയിൽ പറയുന്നുണ്ട്. അത് നമ്മൾ ഇതേ രൂപത്തിൽ നമ്മൾ പൊക്കുകയാണെങ്കിൽ ഓരോ മനുഷ്യനും 1 ടൺ, അതായത് 1000 കിലോഗ്രാം ചുമന്ന് 25 കിലോമീറ്റർ നടക്കുന്നതിന് തുല്യമായിട്ടുള്ള പ്രവൃത്തിയാണ് ഓരോ ഉറുമ്പുകൾ അവിടെ ചെയ്യുന്നത് എന്നുള്ളതാണ്. അപ്പൊ ആ രൂപത്തിലുള്ള പ്രവൃത്തികളാണ്, ആ രൂപത്തിലാണ് അവർ അധ്വാനിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ഒരു ഇഹ്സാനോട് കൂടെയാണ് അത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. സദാ ആക്റ്റീവ് ആയിരിക്കും. ഒരു സമയത്തും അത് മടി കാരണം വെറുതെ ഇരിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നില്ല. അവരുടെ കോളനികളെ സംബന്ധിച്ച് പറയുന്ന സന്ദർഭത്തിൽ മഹാത്ഭുതമാണ്. ഇതേ രൂപത്തിലുള്ള ഡോക്യുമെന്ററികളെല്ലാം അവർ സൂചിപ്പിക്കുന്ന ഒരു കാര്യം, ഉറുമ്പുകളുടെ കോളനികൾ. ഇപ്പൊ ലോകത്ത് ഏറ്റവും വലിയ ഉറുമ്പ് കോളനിയായിട്ട് ഗിന്നസ് റെക്കോർഡെല്ലാം നേടിയിട്ടുള്ള ഒരു കോളനി, അത് ഏകദേശം 6,000 കിലോമീറ്റർ വ്യാപിച്ച് കിടക്കുകയാണ്. 3 രാജ്യങ്ങളിലായിട്ട്, ഫ്രാൻസ് മുതൽ പോർച്ചുഗൽ വരെയുള്ള 3 രാജ്യങ്ങളിലായിട്ട് വ്യാപിച്ച് കിടക്കുകയാണ് ഭൂമിക്കടിയിൽ. അത്തരം കോളനികളെ അവര് സൂക്ഷ്മമായിട്ട് നോക്കിയ സമയത്ത് അതിനകത്ത് നമ്മൾ ഒരു പട്ടണത്തിൽ അല്ലെങ്കിൽ ഒരു രാജ്യത്ത് നിർമ്മിക്കുന്ന നിരവധി സംവിധാനങ്ങളാണ് അതിനകത്ത് ഈ കൊച്ചു ജീവികൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ളത്. പട്ടണങ്ങളുണ്ട്, അതേപോലെ തന്നെ കൃഷിയിടങ്ങളുണ്ട്. അതേ രൂപത്തിൽ കൃഷിയിടങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മളെക്കാൾ സമർത്ഥമായിട്ടാണ് ഉറുമ്പുകൾ കൃഷി ചെയ്യുന്നത്. അവര് എത്രത്തോളം വെച്ചാൽ നമ്മളെപ്പോലെ തന്നെ വളർത്തു മൃഗങ്ങളെ പോലും ഉറുമ്പുകൾക്ക് വളർത്തു മൃഗങ്ങൾ പോലും ഉണ്ട് എന്നുള്ള. ഇപ്പൊ നമ്മൾ പശുവിനെ വളർത്തുന്നത് പോലെ തന്നെ അഫിഡുകൾ എന്നുള്ള പേരിലുള്ള ഒരു സൂക്ഷ്മ ജീവികളെ ഉറുമ്പുകൾ വളർത്താറുണ്ട്. അവക്ക് വേണ്ടതെല്ലാം നൽകി ഉറുമ്പുകൾ ഭക്ഷണം ആവശ്യമുള്ള സമയത്ത് നമ്മൾ പാല് ചേർത്തുന്നത് പോലെ തന്നെ അഫിഡുകളുടെ പിറകിൽ ഉറുമ്പ് പോയി തടവുന്ന സമയത്ത് അതിന്റെ പിറകിൽ നിന്ന് ഒരു തരം തേന്, ഹണി ഡ്യൂ, ഒരു ചെറിയ തേന് പോലെയുള്ള ഒരു ദ്രാവകം വരും. അത് ഉറുമ്പ് കഴിക്കുമെന്നുള്ളത്. അതിനുവേണ്ടി ഈ ജീവികളെ വളർത്തുക. അപ്പൊ പല രൂപത്തിലുള്ള സാമ്യതകളാണ് മനുഷ്യനായിട്ട് ബന്ധപ്പെട്ട് ഉറുമ്പുകൾ കാണാൻ സാധിക്കുന്നത്. അവരെ നമ്മൾ പലപ്പോഴും നിസ്സാരരായിട്ട് കാണുന്ന ഉറുമ്പുകളിൽ നിന്നും പഠിക്കേണ്ട നിരവധി പാഠങ്ങൾ. ഒന്നാമത്തെ പാഠം ആ ഉറുമ്പുകളുടെ അധ്വാനശീലാണ്. നിരന്തരം അവര് ശ്രമിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ആ ശ്രമം അവർ ഉപേക്ഷിക്കുന്നില്ല. നമ്മൾ പല ആളുകളും നിരവധി വലിയ ഉദ്യമങ്ങളിലേക്കെല്ലാം നമ്മൾ ഇറങ്ങി എന്തെങ്കിലും ഒരു തടസ്സം വരികയാണെങ്കിൽ പലപ്പോഴും നിരാശരായിട്ട് ആ ശ്രമം നമ്മൾ ഉപേക്ഷിക്കാറുണ്ട്. അവിടെ ഉറുമ്പ് വലിയൊരു പാഠാണ് നൽകുന്നത്. അപ്പൊ അതിന്റെ കഠിനാധ്വാനത്തെ സംബന്ധിച്ച് പറയുന്നത്, ഓരോ ഉറുമ്പുകളും സ്വന്തം ശരീരഭാരത്തേക്കാൾ 50 മുതൽ 100 ഇരട്ടിയിലധികമാണ് ഓരോ ഉറുമ്പുകളും പൊക്കുന്നത് എന്നുള്ളത്. ആ രൂപത്തിലാണ് അധ്വാനിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ പലപ്പോഴായിട്ട് കേൾക്കാറുള്ളതാണ്. ദുർബലരായിട്ടുള്ള ഉറുമ്പിന്റെ ഏറ്റവും വലിയ ശക്തി എന്നുള്ളത് അവക്കിടയിലുള്ള ഐക്യം, ഒരുമയാണ്. അപ്പം ഈ ഡോക്യുമെന്ററിയെല്ലാം അവർ കാണിക്കാറുണ്ട്. ഇപ്പൊ ആർമി ആൻഡുകൾ അവര് ചേർന്ന് നിന്നുണ്ടാക്കുന്ന ഒരു ബ്രിഡ്ജ് പ്രസിദ്ധമാണ്. വലിയ തടസ്സങ്ങൾ മുന്നിൽ വരുന്ന സമയത്ത് പരസ്പരം കൈകോർത്ത് നിന്ന് അവരൊരു ബ്രിഡ്ജ് നിർമ്മിച്ച് അതുവഴി ആ തടസ്സങ്ങൾ അവർ ക്രോസ് ചെയ്ത് പോകാറുണ്ട്. അത്ര വലിയ തടസ്സങ്ങളും അവരുടെ ഐക്യം അല്ലെങ്കിൽ അവരുടെ ഒരുമ കാരണം ഏതൊരു പ്രതിസന്ധികളെയും അവർ മറികടക്കുകയാണ്. അതേപോലെ തന്നെ ഫയർ ആൻഡുകൾ അത്ഭുതമാണ്. അവര് വലിയ വെള്ളപ്പൊക്കം വന്ന ആ കോളനി മുഴുവൻ വെള്ളത്തിലാകുന്ന സമയത്ത് 10,000-കണക്കിന് അല്ലെങ്കിൽ ലക്ഷക്കണക്കിന് ഉറുമ്പുകൾ മുഴുവൻ കൈകോർത്ത് നിന്നൊരു ചങ്ങാടം, ഒരു റാഫ്റ്റ് ഉണ്ടാക്കുകയാണ് സ്വന്തം ശരീരം കൊണ്ട്. എന്നിട്ട് അവര് കൂട്ടായിട്ട് ആ വെള്ളത്തിലൂടെ അവര് കരയെത്തുന്നത് വരെ ആ റാഫ്റ്റിൽ അവർ സഞ്ചരിക്കുകയാണ്. അതിന്റെ നടുവിൽ അവരുടെ കുട്ടികൾ, അതേപോലെ തന്നെ മുട്ടയെല്ലാം വെച്ച് മനുഷ്യരായിട്ടുള്ള ആളുകൾ പോലും അതിന് അകപ്പെട്ട് മരണപ്പെടുന്ന സമയത്ത് അവരുടെ ഐക്യം കാരണം അതുവഴി രക്ഷപ്പെടുന്ന മനോഹരമായിട്ടുള്ള ഒരു കാഴ്ച കണ്ടത് ഓർക്കുന്നുണ്ട്.